സദസ്സിൽ പൊട്ടിച്ചിരി തീർത്ത ധ്യാൻ ശ്രീനിവാസൻ. മലയാള സിനിമാ താരങ്ങളുടെ അഭിമുഖങ്ങളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുകയും സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കപ്പെടുകയും ചെയ്യുന്നവയിൽ ധ്യാൻ ശ്രീനിവാസന്റെ അഭിമുഖങ്ങൾ മുൻനിരയിലുണ്ട്. തന്റെ സ്വതസിദ്ധമായ നർമ്മശൈലിയും തുറന്ന പറച്ചിലും കൊണ്ട് ഓരോ അഭിമുഖവും പ്രേക്ഷകർക്ക് വിനോദമാക്കാൻ ധ്യാന് കഴിയാറുണ്ട്. അവതാരകരുമായുള്ള രസകരമായ സംഭാഷണങ്ങളും സഹതാരങ്ങളുമായുള്ള തമാശ നിറഞ്ഞ നിമിഷങ്ങളുമാണ് ധ്യാന്റെ അഭിമുഖങ്ങളുടെ പ്രധാന ആകർഷണം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പല മറുപടികളും സോഷ്യൽ മീഡിയയിൽ വൈറലായും ട്രോളുകളായും മീമുകളായും വ്യാപകമായി പ്രചരിക്കുകയും ചെയ്യാറുണ്ട്. അഭിമുഖങ്ങളിൽ മാത്രമല്ല, പൊതുവേദികളിലെ ധ്യാന്റെ സംസാര ശൈലിയും ഇതേ രീതിയിൽ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റാറുണ്ട്. നർമ്മം കലർത്തിയ അവതരണവും അപ്രതീക്ഷിതമായ മറുപടികളും അദ്ദേഹത്തിന്റെ ഓരോ പൊതുപരിപാടിയെയും ശ്രദ്ധേയമാക്കുകയാണ്. ഇപ്പോഴിതാ ഒരു ഇടവേളയ്ക്ക് ശേഷം ഒരു വേദിയിൽ സംസാരിക്കവേ സദസ്സിൽ പൊട്ടിച്ചിരി തീർത്തിരിക്കുകയാണ് ധ്യാൻ. വീഡിയോ സോഷ്യൽ മീഡിയയിലും ശ്രദ്ധ നേടുകയാണ്. കുട്ടിയായിരുന്നപ്പോൾ കൈരളി ടിവിയിൽ വന്ന ധ്യാന്റെ അഭിമുഖം സോഷ്യൽ മീഡിയയിൽ മുമ്പ് വൈറലായിരുന്നു. ശ്രീനിവാസനെ കുടുംബസമേതം അഭിമുഖം ചെയ്ത പരിപാടിയിൽ കുട്ടികളായ ധ്യാനിന്റെയും വിനീതിന്റെയും വാക്കുകളാണ് ചിരി പടർത്തിയത്. നവ്യ നായരുടെ ഇഷ്ടം മുമ്പ് തോന്നിയിരുന്നുവെന്നും കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നുമൊക്കെ സ്കൂൾ വിദ്യാർത്ഥിനിയായ ധ്യാൻ അന്ന് പറഞ്ഞിരുന്നു. ഇപ്പോൾ നവ്യ നായർക്കൊപ്പം അഭിനയിക്കുന്ന വിസിറ്റർ എന്ന സിനിമയുടെ സ്വിച്ച് ഓൺ പരിപാടിയിൽ ഇരുവരും ഒരുമിച്ച് പങ്കെടുത്തിരുന്നു. ആ വേദിയിൽ സംസാരിക്കവെയാണ് ധ്യാൻ വീണ്ടും നവ്യയെക്കുറിച്ച് പറഞ്ഞത്. എൻ്റെ ഇന്റർവ്യൂ ജീവിതം ആരംഭിക്കുന്നത് തന്നെ നവ്യയോടുള്ള ഇഷ്ടം പറഞ്ഞുകൊണ്ടാണ്. അതിനുശേഷം നവ്യ കല്യാണം കഴിച്ചു. നവ്യയ്ക്ക് ഇപ്പോൾ കല്യാണം കഴിക്കാനുള്ള മകനായി. എന്നിട്ടാണ് ഞങ്ങൾ അവസാനം ഒന്നിച്ച് അഭിനയിക്കുന്നത്. എന്നാൽ പോലും ഞാൻ പറയുന്നു, ഞാൻ CM ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്ന സാരി ഉടുത്ത നവ്യ വരണം. സദസ്സിന്റെ പൊട്ടിച്ചിരികൾക്കിടയിൽ ധ്യാൻ പറഞ്ഞു. ഇത് കേട്ട് ചിരിക്കുന്ന നവ്യയെയും വീഡിയോയിൽ കാണാം. വിജയ് മുഖ്യമന്ത്രിയായതിനു ശേഷം അടുത്ത 15 വർഷങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കാൻ പോവുകയാണെന്ന് താൻ സുഹൃത്തായ അജു വർഗീസിനോട് പറഞ്ഞിരുന്നുവെന്നും ധ്യാൻ വേദിയിൽ പറഞ്ഞിരുന്നു. അമ്മ നേതൃത്വത്തിലേക്ക് തന്നെ കൊണ്ടുവരാൻ പലരും ആഗ്രഹിച്ചെന്നും എന്നാൽ താൻ അതിന് ഇല്ലെന്നും ധ്യാൻ വേദിയിൽ പറഞ്ഞു. അതേസമയം വിസിറ്റർ എന്ന ചിത്രത്തിൽ ധ്യാനിനും നവ്യയ്ക്കുമൊപ്പം ഉർവശിയും പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ട്. ഹൊറർ ഗണത്തിൽപ്പെടുന്ന ചിത്രത്തിന്റെ സംവിധാനം രാഹുൽ മുരളീധരനാണ്. സിദ്ധാർത്ഥ ഭരതൻ, റോണി ഡേവിഡ്, മധു വാര്യർ, വിഷ്ണുജി വാര്യർ, KPSC ലീല, കലാരഞ്ജിനി എന്നിവരാണ് ചിത്രത്തിലെ മറ്റു താരങ്ങൾ.